ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസങ്ങളായി സ്കൂൾ തുറന്നത് മുതൽ വെറും വർക്ക്ഷീറ്റ് ചെയ്യാൻ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. കുറച്ച് കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പഠിക്കാത്തവർക്ക് ഇത് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചവർക്കാണെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യാനുള്ള അവസരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ റിവിഷൻ എന്ന് പറയുന്നത് 4ാം ക്ലാസ്സിലെ EVS ആണ്. ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ് എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ റിവൈസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസം തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ വിഷയവും നമ്മൾ ഇതുപോലെ റിവൈസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ രണ്ടാമത്തെ ഭാഗം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? അപ്പോൾ ആദ്യത്തെ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ടും നമുക്ക് ഓർഗാനിസംസും അവരുടെ അഡാപ്റ്റേഷനും ഒക്കെയാണ് പറയുന്നത് അല്ലേ, ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ എന്താണ് അഡാപ്റ്റേഷൻ നമുക്ക് നോക്കിയാലോ. An organism has certain peculiarities that help it to live in its dwelling place. ഒരു ഓർഗാനിസംസിന് ചില പ്രത്യേക കഴിവുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓരോ സ്ഥലങ്ങളിലും ജീവിക്കാൻ, അതിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ്, അത് എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലത്തിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കഴിവുകളുണ്ട്. അപ്പോൾ അതിനെയാണ് this is called adaptation. An organism has certain peculiarities that helps to live in its dwelling place where it is living. All organism has certain specialities to live in that place. This is called adaptation. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് പഠിച്ചു പോണം കേട്ടോ. പഠിച്ചവർക്കാണെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ let's find out some animals which is living on land and living in water. So first of all we can check what are the organisms living in land. ഏതൊക്കെയാണ്? squirrel, crow, crane, mango tree, banyan tree, coconut tree, cow. അപ്പോൾ ഇത്രയും ഓർഗാനിസംസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിവിങ് ഓൺ ലാൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഓർഗാനിസംസിന്റെ പിക്ചറും അതുപോലെ തന്നെ പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നില്ലേ? ലിവിങ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ടിൽ ഇങ്ങനെ കുറിച്ച് വെക്കുക കേട്ടോ. ഒരു പേജിലോ അല്ലെങ്കിൽ നിങ്ങൾക്കത് അല്ലെങ്കിൽ മൈൻഡിൽ ഇങ്ങനെ റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആനിമൽസിന്റെ ഓർഗാനിസംസിന്റെ ഒക്കെ പേര് വരുമ്പോൾ അടുത്ത നമുക്ക് ആനിമൽസ് വിച്ച് ഇസ് ലിവിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫിഷ്, frog, lotus, water lily, water hyacinth, salvinia, azolla. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഓർഗാനിസംസിന്റെ പേരുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ അതുപോലെ അത് ഒന്ന് നോട്ടിലൊന്ന് കുറിച്ച് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് നെയിം the organisms അല്ലെങ്കിൽ animals that live on land. Dog, cow, elephant, tiger. അല്ലേ? Name of the animals that live in water. Fish, dolphin, whale, octopus. അടുത്തത് what are the aquatic plants? aquatic plants ഏതൊക്കെയാണെന്ന് നോക്കാം. ജലത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് aquatic plants എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് aquatic plants? ലോട്ടസ്, വാട്ടർ ലില്ലി, വാട്ടർ ഹൈസിന്ത്, അസോള, സാൽവീനിയ. ഇതൊക്കെ aquatic plants ആണ്. വാട്ടറിൽ വളരുന്ന പ്ലാന്റ്സിനെയാണ് aquatic plants എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് അഡാപ്റ്റേഷൻസ് ഓഫ് വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ്. ലോട്ടസിന്റെയും വാട്ടർ ലില്ലിയുടെയും പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അഡാപ്റ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വാട്ടർ ലില്ലിയും ലോട്ടസ് ഒക്കെ ഏത് ടൈപ്പ് പ്ലാന്റ്സ് ആണ്? ലിവിങ് ഇൻ വാട്ടർ അല്ലെ, വാട്ടറിൽ ഉള്ള പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അവയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ ഡു നോട്ട് ഡീകേ ഇൻ വാട്ടർ. വെള്ളത്തിൽ കിടന്നിട്ട് അത് ചീഞ്ഞു പോകുന്നില്ല അല്ലെ. വെള്ളത്തിൽ എപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വളരുന്ന പ്ലാന്റ്സ് ആണ് ഈ വാട്ടർ ലില്ലിയും ലോട്ടസും. ദ ലീവ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ്. അവയുടെ ലീവ്സിന്റെ പ്രത്യേകത എന്താണ്? വെള്ളത്തിന്റെ മുകളിൽ, വാട്ടർ സർഫസിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്, താഴത്തേക്ക് പോകുന്നില്ല.
വാക്സ് കോട്ടിംഗ് ഓൺ ദ ലീവ്സ്. വെള്ളത്തിൽ ചീഞ്ഞു പോകാതിരിക്കാൻ എന്താണ്, ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട് അല്ലെ, ആ ലീവ്സിന് ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. അപ്പം അടുത്തത് നോക്കാം, എയർ കാവിറ്റീസ് ഇൻ ലീഫ് ആൻഡ് പീറ്റിയോൾ. എയർ കാവിറ്റീസ്, വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ലീഫിൽ എയർ കാവിറ്റീസ് ഒക്കെ ഈ ഒരു ലീഫിൽ കാണാൻ പറ്റും. The flower remains erect above the water surface. Flower remains erect. ഫ്ലവർ എന്താണ്, ആ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി കിടക്കും അല്ലെ, കറക്റ്റ് ആയിട്ട്, അതായത് ഇറക്റ്റ് ആയിട്ട്, സ്റ്റഡി ആയിട്ട് വാട്ടർ ലെവലിന്റെ മുകളിൽ ഫ്ലവർ നിൽക്കാറുണ്ട്. സ്ട്രോങ് റൂട്ട് സിസ്റ്റം, ഇതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വെള്ളം അബ്സോർബ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ആണ് ഇവയുടെ പ്രത്യേകതകൾ. അപ്പൊ ഇതൊക്കെയാണ് വാട്ടർ ലില്ലിയുടെയും ലോട്ടസിന്റെയും ഒക്കെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നോക്കാം, അഡാപ്റ്റേഷൻ ഓഫ് ടോർട്ടോയിസ്. ടോർട്ടോയിസിന്റെ അഡാപ്റ്റേഷൻ എന്താണ്? ടോർട്ടോയിസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ലിവിങ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന ഒരു ആനിമൽ ആണ് ടോർട്ടോയിസ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? സ്ലൈമി ബോഡി, വഴുവഴുപ്പുള്ള ശരീരമാണ് അല്ലെ, സ്ലൈമി ആണ്. അതുപോലെ തന്നെ ഓർ ലൈക്ക് ലെഗ്സ്. ഓർ എന്ന് പറഞ്ഞാല് തുഴയാൻ അല്ലെ, തുഴ പോലെയുള്ള കാലുകളാണ് ഈ ടോർട്ടോയിസിന്റെ. അടുത്തത് ഓർഗൻസ് ദാറ്റ് ഹെൽപ് ടു ബ്രീത്ത് ഓൺ ലാൻഡ്. ഓർഗൻസ്, ലാൻഡിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗൻസും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹെൽപ്സ്, ദ ലെഗ്സ് ഹെൽപ് ടു മൂവ് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് വാട്ടർ. അവയുടെ ലെഗ്സിന്റെ പ്രത്യേകത എന്താണ്? ലാൻഡിലും വാട്ടറിലും ഒരുപോലെ മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലെഗ്സ് ആണ് ടോർട്ടോയിസിന്റെ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ്. ഫിഷിന്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഷിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ലിവിങ് ഇൻ വാട്ടർ അല്ലെ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ഓർഗാനിസം ആണ് ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദ ഫിൻസ് ഓൾസോ ഹെൽപ് ടു സ്വിം ഇൻ വാട്ടർ. സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൻസും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിന്റഡ് എനേബിൾസ് ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. അതായത് ദ ബോട്ട് ലൈക്ക് ഷേപ്പ്, അതിന്റെ ആ ഫിഷിന്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ബോട്ട് ലൈക്ക് ഷേപ്പ് ആണ് അല്ലെ, രണ്ട് സൈഡിലും പോയിന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഷേപ്പ് ആണ് ഈ ഫിഷിന്റെ. അടുത്തത് നോക്കാം, ദ ഫിഷ് ക്യാൻ ബ്രീത്ത് ദ എയർ ഇൻ വാട്ടർ. ഫിഷിന്റെ പ്രത്യേകത എന്താണ്? അത് വാട്ടറിലത്തെ എയർ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഗിൽസ് ഹെൽപ് ടു ബ്രീത്ത് ഇൻ വാട്ടർ. ഗിൽസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് ഓർഗനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗിൽസ് ആണ് കേട്ടോ. കോഡൽ ഫിൻസ് ഹെൽപ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ. ഓരോ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോഡൽ ഫിൻസ്. കോഡൽ ഫിൻസ് ഹെൽപ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ. ഡയറക്ഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ കോഡൽ ഫിൻസ്. അപ്പൊ ഇത്രയാണ് ഫിഷിന്റെ അഡാപ്റ്റേഷൻസ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വാട്ട് ആർ ദി അഡാപ്റ്റേഷൻസ് ഓഫ് ഫ്രോഗ്? ഫ്രോഗിന്റെ അഡാപ്റ്റേഷൻ എന്താ? ഫ്രോഗിന്റെ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഫ്രോഗ്? ഫ്രോഗ് ക്യാൻ ലിവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ് അല്ലെ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ഓർഗാനിസം ആണ് ഫ്രോഗ്. ലോങ് ആൻഡ് സ്ട്രോങ് ഹൈൻഡ് ലിംസ്. ലോങ് ആൻഡ് സ്ട്രോങ് ഹൈൻഡ് ലിംസ് ആണ്. പുറകിലത്തെ ലിംസ് എന്താണ്? നല്ല നീളം കൂടിയതുമാണ്, ഇത് സ്ട്രോങ്ങും ആണ് കേട്ടോ. അടുത്തത് നോക്കാം, വെബ്ഡ് ഫീറ്റ്. എന്താണ് വെബ്ഡ് ഫീറ്റ്? അതിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ടൈപ്പ് അല്ലെ, വെബ്, അതായത് ഒരു നെറ്റ് പോലെയുള്ള ഒരു ഫീറ്റ് ആണ് ഈ ഒരു ഫ്രോഗിന്റെ. അടുത്തത് സ്ലൈമി ബോഡി അല്ലെ, തവളയുടെ വഴുവഴുപ്പുള്ള ശരീരം, സ്ലൈമി ബോഡി ആണ് ഈ ഒരു ഫ്രോഗിനുള്ളത്. അപ്പൊ ഇത്രയാണ് ഫ്രോഗിന്റെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഈഗിളിന്റെ അഡാപ്റ്റേഷൻ നോക്കാം. അഡാപ്റ്റേഷൻസ് ഓഫ് ഈഗിൾ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഈഗിൾ? ഈഗിളിന്റെ പ്രത്യേകത എന്താണ്? ഈഗിൾ ക്യാൻ ഫ്ലൈ വെരി ഹൈ അല്ലെ, ഈഗിൾ ഏറ്റവും ഉയരത്തിലാണ് പറക്കുന്നത്. സോ ദേ വാണ്ട് ആക്യുറേറ്റ് വിഷൻ. ഓക്കെ, ആക്യുറേറ്റ് വിഷൻ വേണം, അതായത് നല്ല കാഴ്ചശക്തി വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീ പ്രേ ഫ്രം വെരി ലോങ് ഡിസ്റ്റൻസസ്. അവയ്ക്ക് പ്രേ എന്ന് പറഞ്ഞാൽ ഇരയെ കാണാൻ, അത്രയും ലോങ് ഡിസ്റ്റൻസ് നിന്ന് ഇരയെ കാണണമെങ്കിൽ അത്രയും അക്യുറേറ്റ് വിഷൻ വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വിഷൻ കൂടിയ ഒരു ബേർഡ് ആണ് ഈഗിൾ. അടുത്തത് ഷാർപ്പ് ബെൻഡ് ക്ലോസ് talons that help in catching and holding prey while eating them.
ഷാർപ്പ് ബെൻഡ് ക്ലോസ്, ആ ഇരയെ പിടിച്ച പ്രേനെ പിടിച്ച ശേഷം ഇറ്റ് ഹാസ് ടു ബി ഹോൾഡ് അല്ലെ, ഹോൾഡ് ടൈറ്റ്ലി, അതിന് വേണ്ടിയിട്ടുള്ള ക്ലോസും ടെലോൺസ് അത് പറയും. ഷാർപ്പ് ആയിട്ടുള്ള ബെൻഡ് ക്ലോസ് ആണ് അവയ്ക്കുള്ളത്. അടുത്തത് ഷാർപ്പ് ബെൻഡ് ബീക്സ് വിച്ച് ആർ എബിൾ ടു ടിയർ പ്രേ അപ്പാർട്ട്. നല്ല ഷാർപ്പ് ആയിട്ടുള്ള ബീക്കാണ് അവയ്ക്കുള്ളത്. അതിങ്ങനെ ഇരയെ ഇങ്ങനെ കടിച്ചു വലിക്കാൻ, പിടിച്ചതിന് ശേഷം കടിച്ചു വലിക്കാൻ പറ്റിയ ബീക്സ് ആണ് അവയ്ക്കുള്ളത് കേട്ടോ. അടുത്ത നോക്കാം, അഡാപ്റ്റേഷൻസ് ഓഫ് സ്റ്റോക്സ്. സ്റ്റോക്സിന്റെ പ്രത്യേകത എന്താണ്? ലോങ് ലെഗ്സ് ദാറ്റ് ഹെൽപ് ടു സ്റ്റാൻഡ് ഇൻ വാട്ടർ ടു ക്യാച്ച് ഫിഷ്. ലോങ് ലെഗ്സ് ആണ് അവയ്ക്കുള്ളത്. അതുപോലെ തന്നെ ലോങ് നെക്ക് ആൻഡ് ബീക്ക് അലൗസ് ടു ഫൈൻഡ് ഫിഷ് അണ്ടർ വാട്ടർ. നല്ല നീളം കൂടിയ നെക്കാണുള്ളത്. നെക്കും ബീക്കും ഒക്കെ നല്ല നീളം കൂടിയതാണ്, ലോങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഷ്, താഴെയുള്ള ഫിഷ്, വെള്ളത്തിന്റെ ഉള്ളിലുള്ള ഫിഷിനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തുടർന്നും രണ്ടാമത്തെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും പഠിക്കാമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.